11 വർഷത്തെ പിണക്കം മറന്ന് ഒരുമിച്ച് രമേശ് ചെന്നിത്തലയും NSSും. പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തിയ ചെന്നിത്തല മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്തി. ചെന്നിത്തലയെ ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. മന്നം ജയന്തി സമ്മേളന വേദിയിൽ ചെന്നിത്തലയെ പുകഴ്ത്തിയായിരുന്നു ജി സുകുമാരൻ നായർ സംസാരിച്ചത്. ചെന്നിത്തല NSSന്റെ പുത്രനാണെന്ന് സുകുമാരൻ നായർ പറഞ്ഞു. ഞങ്ങൾക്ക് നേരത്തെ ക്ഷണിച്ചിരുന്ന ആള് ഉദ്ഘാടകനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഈശ്വരാധീനം കൊണ്ടും മന്നത്ത് പത്മനാഭന്റെ അനുഗ്രഹം കൊണ്ടും അതിലുമൊക്കെ അർഹനായ ഒരാൾ നമ്മൾ തെരഞ്ഞെടുത്തു. ശ്രീ രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി തീരുമാനിച്ചു. ശ്രീ രമേശ് ചെന്നിത്തലയെ വിളിച്ചത് കോൺഗ്രസ് എന്നുള്ള മുദ്രയിലല്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമോ എന്ന് ഉദ്ദേശിച്ചുമല്ല. അങ്ങനെയുള്ള തെറ്റിദ്ധാരണ അവർക്കുണ്ടായതാണെങ്കിൽ അവരെ തിരുത്തണം. ശ്രീ രമേശ് ചെന്നിത്തല കളിച്ചു നടന്ന കാലം മുതൽ ഈ മണ്ണിൻ്റെ സ്വന്തതയാണ്. വേറൊരു പുത്രൻ അപ്പുറത്തിരിപ്പുണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് ശൈലിയിലിരിക്കുന്ന ആളാണ് ഈ ഗണേഷ് കുമാർ. ഒരേ വേദിയിലല്ലേ ഇരിക്കുന്നത്. ഗണേശൻ്റെ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ജാതിയുടെ പേര് പറഞ്ഞ് ഇടപെടുന്നുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ ഗണേഷ് കുമാറും അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്. അത് നടത്താനുള്ള അവകാശം സർവീസ് സൊസൈറ്റി കൊടുത്തിട്ടുണ്ട്. വർഷങ്ങളായി തുടരുന്ന അകൽച്ചയ്ക്കാണ് ഇന്ന് അവസാനമായത്. NSS ജനറൽ സെക്രട്ടറിയുടെ താക്കോൽ സ്ഥാന പരാമർശവും ചെന്നിത്തല അത് തള്ളിപ്പറഞ്ഞതുമായിരുന്നു അകൽച്ചയ്ക്ക് കാരണം. 2013 കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച താക്കോൽ സ്ഥാന വിവാദം. അന്ന് എന്താണ് സുകുമാരൻ നായർ പ്രസംഗിച്ചതെന്ന് ആദ്യം ഒന്ന് കേൾക്കാം. KPCC പ്രസിഡന്റ് ആരായാലും ശരി, ആ KPCC പ്രസിഡന്റിനെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരുവാൻ ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾ അധികകാലം നിങ്ങൾക്ക് തുടരാൻ ജനം നിങ്ങൾക്ക് അനുമതി നൽകുകയില്ല. പ്രത്യേകിച്ചും ഇവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗം ആ കാര്യത്തിൽ സമുദായം മറന്ന് ഒറ്റക്കെട്ടായി ഇവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ ആ ചേരി തിരിഞ്ഞുള്ള ആ പ്രവർത്തനമുണ്ടല്ലോ, അതൊരു കൂട്ടുപിടിക്കുന്ന പ്രവർത്തനം, ശ്രീ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനം നടക്കില്ല. ഇന്ന് രമേശ് ചെന്നിത്തല പ്രസംഗിച്ചത് ഒന്ന് കേട്ടു നോക്കാം. സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച ചെന്നിത്തല വികാരാധീനനായി. അന്ന് ജി സുകുമാരൻ നായരുടെ ഈ താക്കോൽ സ്ഥാന പരാമർശത്തിന് അപകടം മണത്ത രമേശ് ചെന്നിത്തല പ്രതിരോധം തീർത്തത് എൻ്റെ സെക്യുലർ ക്രെഡൻഷ്യൽസിനെ തകർക്കാനുള്ള ഗൂഢാലോചന പല കോണുകളിൽ നിന്നായി നടക്കുന്നുവെന്നാണ്. ഇന്ന് പെരുന്നയിലെത്തിയ രമേശ് ചെന്നിത്തല വികാരാധീനനായി പറഞ്ഞത് പെരുന്നയിലെ മണ്ണുമായുള്ള ആത്മബന്ധം ആര് വിചാരിച്ചാലും മുറിച്ചു മാറ്റാൻ കഴിയില്ലെന്നാണ്. മതനിരപേക്ഷതയുടെ ബ്രാൻഡാണ് NSS എന്നും ചെന്നിത്തലയുടെ പുകഴ്ത്തി. മതനിരപേക്ഷതയുടെ ഏറ്റവും ജാജ്വല്യമായ ബ്രാൻഡ് അംബാസിഡർ അല്ല, ശ്രേഷ്ഠവും കുലീനവുമായ ബ്രാൻഡാണ് NSS എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മതനിരപേക്ഷതയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് മതനിരപേക്ഷത രാജ്യത്ത് ഉറപ്പുവരുത്താനും വർഗീയമായ അക്രമങ്ങളെ ചെറുക്കാനും മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനും NSSും അതിന്റെ നേതൃത്വവും കാലാകാലങ്ങളായി നൽകി വരുന്ന സംഭാവനകളെ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സല്യൂട്ട് ചെയ്യാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. 11 വർഷം മുമ്പ് രമേശ് ചെന്നിത്തല തള്ളിപ്പറഞ്ഞ ഭാഗം കൂടി ഒന്ന് കേൾക്കാം. താക്കോൽ സ്ഥാന വിവാദമുണ്ടാകുമ്പോൾ NSSനെ അടക്കം ജി സുകുമാരൻ നായർ അന്ന് പറഞ്ഞതിനെ അടക്കം അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്താണ്? ഞാൻ മത്സരിച്ചത് ഹൈക്കമാൻഡിന്റെ തീരുമാനപ്രകാരമായിരുന്നു. മന്ത്രിസഭയിൽ ചേരണ്ട എന്നുള്ളത് എൻ്റെ സ്വന്തം തീരുമാനമായിരുന്നു. ഈ തീരുമാനത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. എൻ്റെ സെക്യുലർ ക്രെഡൻഷ്യൽസിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ആസൂത്രിതമായ ഗൂഢാലോചന നടന്നു വരുന്നതായി ഞാൻ സംശയിക്കുന്നു. ഇപ്പോഴും അത് തുടരുമ്പോൾ എൻ്റെ സംശയം കൂടുതൽ ബലപ്പെടുകയാണ്. ഇന്ന് രമേശ് ചെന്നിത്തല NSSന്റെ മകനാണ്. NSS രമേശ് ചെന്നിത്തലയ്ക്ക് ബ്രാൻഡാണ്.